നാട്ടിലെ നോമ്പായി കഴിഞ്ഞാൽ നനച്ചുള്ളിയാണ് ഒരു പരിപാടി ഉണ്ട്. കോഴിക്കോടുണ്ടാ? ഹൈ, കോഴിക്കോട്ടെ നോമ്പായി കഴിഞ്ഞാൽ വീട് മുഴുവൻ മറിച്ചിട്ടിട്ട് കഴുകി വൃത്തിയാക്കൂലേ? വീടിന്റെ മുകളിലെ ആരും കാണാത്ത റാക്കിന്റെ മുകളിലെ ജാമ്പവാന്റെ കാലത്ത് എടുത്തു വെച്ച പ്ലേറ്റ് മാത്രമൊക്കെ ഉണ്ടാവും. അതൊന്നിനും പറ്റൂലേ, തൊടുക്കെറിയാൻ പോലും പറ്റാത്ത പാത്രങ്ങളാ. ഈ പാത്രങ്ങളൊക്കെ കയ്യിൽ കോണി വെച്ച് കയറി ഈ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വീണ്ടും അതിന്റെ മുകളിൽ വെക്കും. ഇതെന്തിനാണെന്ന് അന്നുള്ളവർക്കും അറിയില്ല, ഇന്നുള്ളവർക്കും അറിയില്ല അല്ലെ? ഇതൊരു ആചാരമായിട്ട് ഞങ്ങളൊക്കെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടെന്നേ. എന്നിട്ട് ഈ പെൺകുട്ടി മരുമോളില്ലേ ഈ ഏണിയിൽ ഇങ്ങനെ കയറി പാത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ പൊക്കി നിൽക്കുക. അപ്പോഴാണ് നാത്തവും കയറി വരുന്നത്. ആര്? ഉമ്മാന്റെ മോള് കയറി വന്നിട്ട് ഉമ്മാക്ക് വെയ്യമ്മ, തീരെ വെയ്യാണ്ടായിട്ടുണ്ട്, 3 ദിവസമായി ആ പൊരയിൽ നനച്ചുള്ളിന്റെ പണിയാണ്, വീട് വൃത്തിയാക്കുന്ന പണിയാണ്, പണിയെടുത്ത് ഞാൻ തളർന്നമ്മ. ആ അമ്മായിമാക്കാണെങ്കിൽ പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറഞ്ഞപ്പോ ഉമ്മ ചേർത്ത് പിടിച്ചിട്ട് പറയാ, ഈ കാലത്തുണ്ടോ ഇങ്ങനത്തെയൊക്കെ തള്ളാര്? ഇക്കാലത്തുണ്ടോ ഇങ്ങനത്തെയൊക്കെ തള്ളാര്? മറ്റോള് കോണിന്റെ മുകളിലാ. ആര്? ഉമ്മാന്റെ മരുവളെ. ഓള് താഴത്തേക്ക് ഒരു നോട്ടം, ഓള് താഴത്തേക്ക് നേരെ ഒരു നോട്ടം. ഉണ്ടായിക്കൂലമ്മാന്നോള്, ഓള് ഉണ്ടായിക്കൂലമ്മാന്ന്. ഇതൊരൊറ്റ ഉദാഹരണം മതിയല്ലോ അല്ലെ പ്രിയപ്പെട്ടവരെ? നമ്മളെ മക്കളും ഗർഭിണികളാവും, മരുമക്കളും ഗർഭിണികളാകും. നമ്മൾ ആലോചിക്കുക, മകളുടെ ഗർഭകാലം എങ്ങനെയാണോ ഞാൻ കൈകാര്യം ചെയ്തത്, അതുപോലെ എന്റെ മരുവളെ ഗർഭകാലം ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ടോന്ന്. ഓളമ്മ ഒരു 6ാമത്തെ പ്രാവശ്യം വിളിച്ചാൽ പറയും, എന്തിനാ അത് ഇങ്ങനെ വിളിക്കണത്? നമ്മൾ 12ാമത്തെ കോളപ്പ കട്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. ആരെ? മകളെ കെട്ടിച്ചെടുത്തിട്ടേ. അനീതിയാ, വളരെ നിസ്സാരമായിട്ട് നമ്മൾ കളയണതായിരിക്കും. ഈ തക്കപ്പത്തിനൊക്കെ കുറ്റോ ആണ്? അതാണ് അനീതി. അതിനുണ്ടല്ലോ കുറ്റം, അതിനും കുറ്റം കിട്ടും.